ഫേസ്ബുക്കിൽ എൻ്റെ പുസ്തക റിവ്യൂ വീഡിയോകളുടെ താഴെ വന്ന കുറച്ച് കമൻറ്റുകൾ കാണിക്കട്ടെ. പുസ്തകത്തെക്കാളും ഞാൻ അവതരിപ്പിച്ച കാര്യങ്ങളെക്കാളും പലരും ശ്രദ്ധിച്ചിരുന്നത് എൻ്റെ വേഷത്തിലേക്കായിരുന്നു. ചാക്കെന്നും ശാസ്ത്രബോധമില്ലാത്തവളെന്നും ഇരുട്ടിൻ്റെ വേഷമെന്നും മനുഷ്യ സ്ത്രീയല്ലെന്നും സ്വാതന്ത്ര്യമില്ലാത്തവളെന്നും മദ്രസ പൊട്ടി. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ വിചാരിച്ചെന്താ നിങ്ങളുടെ ഈ വേഷത്തോടുള്ള വെറുപ്പും വിരോധവും കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്? അല്ലല്ലല്ല. വേഷത്തോടുള്ള വിരോധം വെറുപ്പാണെങ്കിൽ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണത്തിൽ രാജസ്ഥാനികളെ ചില സ്ത്രീകളെ കാണിക്കുന്നുണ്ടല്ലോ. രാജസ്ഥാനിലേക്ക് ചില വിഭാഗങ്ങൾ മുഖം മറച്ചുകൊണ്ടാണ് നടക്കുക. അപ്പോൾ വേഷത്തോടുള്ള വിരോധമൊന്നുമല്ല, താങ്കളുടെ വേഷം വിളിച്ചോതുന്നുണ്ട് താങ്കൾ ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമാണെന്നുള്ള ആ ആശയത്തോടുള്ള വെറുപ്പാണ്. അതിപ്പോൾ 2014 ശേഷമാണ് ഒരു ഇച്ചിരി കൂടിയത്. മുമ്പ് അത്ര പ്രശ്നമില്ല, ഇപ്പോൾ 2014 ശേഷം ഇച്ചിരി കൂടിയെന്നേ ഉള്ളൂ. ഇനി ഈ വേഷം മാറ്റി നിങ്ങൾ ചുരിദാർ ധരിച്ചാലും അപ്പോഴും നിങ്ങളുടെ തലയിൽ കിടക്കുന്ന തട്ടം പ്രശ്നമായി മാറും. ഇനി നിങ്ങൾ തട്ടം മാറ്റി നിങ്ങൾ ചുരിദാറിട്ട് ഫുൾ കൈ ചുരിദാറിട്ട് ഈ പാരമ്പര്യമായിട്ട് നല്ല ഉന്നത കുടുംബത്തിലേക്ക് ജനിച്ച ഹൈന്ദവ സഹോദരിമാരൊക്കെ ധരിക്കുന്ന പോലെ ഫുൾ കൈ ചുരിദാർ ധരിച്ചാലോ അപ്പോഴും ആ ചുരിദാർ പ്രശ്നമായിട്ട് മാറും. അപ്പോൾ വസ്ത്രത്തിൻ്റെ പ്രശ്നമല്ല, നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രശ്നമാണ്. അതൊരിക്കലും മാറുന്നില്ല. ഇനി ഇതൊക്കെ മാറി നിങ്ങൾ പങ്കുവെക്കുന്ന ആശയങ്ങൾ, നിങ്ങളുടെ കഥകൾ, കവിതകളൊക്കെ എല്ലാവരും നിങ്ങളിലുള്ള സർഗാത്മകമായ കഴിവ് എല്ലാവരും ഏറ്റെടുക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ നമ്മളെ കാവാലം ചട്ടിയൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഒരാളുണ്ടല്ലോ, അറിയാമോ? നമ്മൾ ഫേസ്ബുക്കിലൊക്കെ എപ്പോൾ നോക്കിയാലും ഒരു ചെറിയ നൂൽബന്ധമായിട്ട് നടക്കുന്ന ഒന്നില്ലെങ്കിൽ ആ മനുഷ്യനെ പോലെ നടക്കണം. എന്നിട്ടോ ദൈവപ്രീതിക്ക് വേണ്ടി പത്തിപ്പടിക്കുന്ന പെണ്ണിനെ കാണുമ്പം ലല്ലല്ലല്ല അല്ലേ, അതുപോലുള്ളൊക്കെ പാടുകയാണെങ്കിൽ നമ്മൾ ഉത്തമ സംസ്കാരത്തിൻ്റെ, അതുപോലെ തന്നെ നമ്മൾ പൈതൃകം, രാജ്യത്തിൻ്റെ സംസ്കാരം പൈതൃകം കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് പെങ്ങളോട് പറയാണ്, തല പോയാലും ഒരു ആദർശവും ആ ആദർശം നൽകുന്ന ഐഡന്റിറ്റിയും നമ്മൾ ഒരിക്കലും നീങ്ങിപ്പോകാൻ പാടില്ല. ആകെ ഒരു ഹ്രസ്വമായ ജീവിതമില്ല, ആരെ പേടിക്കാനാ? ആകെ ഒരു ജീവിതം, എന്താ ചെയ്യുക? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ ഇവർക്ക് ആർക്കും നമ്മൾ എതിരൊന്നുമല്ല. നമ്മൾ മാന്യമായിട്ട് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ പോലും നമ്മുടെ പേര് കൊണ്ട്, നമ്മുടെ വസ്ത്രം കൊണ്ട് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഇളക്കവും, അങ്ങനെ ഒരു സമൂഹത്തെ ആ രൂപത്തിലേക്ക് പരുവപ്പെടുത്തി എന്നുള്ളതാണ്. ആ മനുഷ്യർക്ക് നിർഭയത്വത്തോടുള്ള ജീവിതം, ഔന്നത്യമുള്ള ഒരു ജീവിത വഴി, ഒരു തൊഴിൽ, ഇതൊന്നുമല്ല പ്രശ്നം. എപ്പോഴും ആ പാവപ്പെട്ട താഴേക്കിടയിലുള്ള മനുഷ്യർക്ക് ഇസ്ലാം വെറുപ്പ് ഇങ്ങനെ നിരന്തരമായി കൊടുത്തിട്ട് ഈ പാവപ്പെട്ടവൻ വൈകുന്നേരം വന്ന് 2 പട്ടച്ചാരയൊക്കെ അടിച്ചിട്ട് ഫേസ്ബുക്കിൽ കയറുന്ന സമയത്ത് തട്ടവിട്ട പെണ്ണിനെ കാണുമ്പം പച്ചത്തെറി എഴുതുന്നവരുണ്ട്, വസ്ത്രത്തെ ആക്ഷേപിക്കുന്നുണ്ട്. കാര്യമില്ല, ലോകത്തിന് വേണ്ടാത്ത മനുഷ്യനാണ് അവനൊക്കെ. ലോകത്തിന് വേണ്ടാത്ത മനുഷ്യർ അങ്ങനെ എന്തെല്ലാം എഴുതും. അവൻ്റെ ഫ്രസ്ട്രേഷൻ അവൻ തീർക്കുന്നതാണ്, അവൻ തീർത്തോട്ടെ. നമ്മളപ്പോഴും അന്തസ്സുള്ള വസ്ത്രം ധരിച്ച് അന്തസ്സുള്ള വാഹനത്തിൽ അന്തസ്സുള്ള ജീവിതവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇതൊന്നും കാലത്തെ അതിജയിക്കത്തില്ല, അതിജയിച്ചിട്ടുമില്ല. നമ്മളും ക്രിസ്ത്യാനികളൊക്കെ ഈ രാജ്യത്തില്ലാതിനുള്ള അവസ്ഥ എന്താ? എന്നു മുതലാണ് നമ്മുടെ നാട്ടിൽപ്പെട്ട, നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട താഴേക്കുള്ള മനുഷ്യർക്ക് അവരുടെ വീടിന് സ്വഭവനം എന്ന് പറയാൻ കഴിഞ്ഞത്? ചാണകക്കുണ്ടെന്ന് പറയണം. ഇതേതാ? മലബാർ മാനുവല്, വില്ലല്ലോങ്ങൻ്റെ മലബാർ മാനുവല്. അതിൽ നമ്പൂതിരി താമസിക്കുന്ന വീട് ഇല്ലം, നമ്പൂതിരി ജാതിയിലെ ആഢ്യന്മാർ താമസിക്കുന്ന വീടിന് മന അഥവാ മനക്കൽ എന്ന് വിളിക്കുന്നു. താണജാതിക്കാർക്ക് എന്തായാലും തങ്ങളുടെ വീടിന് തനത് പേരിൽ നമ്പൂതിരി മേധാവികളുടെ മുമ്പിൽ വെച്ച് വിളിച്ചുകൂടാ. സ്വയം നിന്ദിച്ചുകൊണ്ട്, അധകൃതനാണെന്ന് സമ്മതിച്ചുകൊണ്ട് മേലാളന്മാരുടെ മുമ്പിൽ സ്വയം വസതിയെ ചാണകക്കുണ്ട എന്നവർ പറയണം. പേരൊട്ടും മോശമായില്ല. അതായത് മുസ്ലിംസ് അല്ലാത്ത ഇവിടുത്തെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ അവരുടെ വീടിനെ, വീടെന്ന് പറയാൻ പാടില്ല, ഭവനമെന്ന് പറയാൻ പാടില്ല, ചാണകക്കുണ്ട എന്ന് പറയണം. അങ്ങനത്തെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. എന്തിനേറെ പറയണം, അവരുടെ തന്നെ ഭക്ഷണത്തെ, ഇപ്പം പുട്ടിനെ എന്താ പറയുന്നത്? അരിക്കണ്ടി എന്ന് പറയണം. ഈ മലബാർ മാനിലതുകൊണ്ട് അരിക്കണ്ടി എന്ന് പറയണം, അങ്ങനെ നിന്ദിച്ച് പറയണം. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ അപ്പോൾ പറയും, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കുമാരനാശാനും ശ്രീനാരായണ ഗുരുവൊക്കെ തന്നെയാണ് ഇതിനെയൊക്കെ സർവ്വയിൽ അതിജീവിച്ചത്. നവോത്ഥാനം, എന്ത് നവോത്ഥാനം? ശ്രീനാരായണ ഗുരു ഈഴവശിവനെ പ്രതിഷ്ഠിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഈ സമീപകാലത്ത് ഒരു സന്ദീപാനന്ദഗിരി പറഞ്ഞില്ല, ഈ സമീപകാലത്ത് വരെ നാണു എന്നല്ലേ ബഹുമാനപ്പെട്ട ശ്രീനാരായണ ഗുരുവിനെ ആക്ഷേപിച്ച് വിളിച്ചത്? ആശാന്റെ കത്തുകൾ എന്ന് പറഞ്ഞ ഒരു സമാഹാരമുണ്ട്, ആശാന്റെ കത്തുകൾ. അതിനകത്ത് ദുരവസ്ഥ എഴുതിയ സമയത്ത് ബഹുമാനപ്പെട്ട കുമാരനാശാനെ എന്തെല്ലാം ആക്ഷേപം പറഞ്ഞു അദ്ദേഹത്തിന്റെ കത്തിലുണ്ട്. എന്തിനേറെ പണ്ഡിറ്റ് കൽപ്പം പാടിയെന്താ? അല്ല ഇവനൊരു പുലയനല്ലേ, അള്ളാമത് നാളെ സ്വീകരിച്ച ഇല്ലത്തും പോകാൻ ജ്ഞാനപ്പെണ്ണെ, നോക്കൂ സുന്നത്തിന് മഹാത്മ ജ്ഞാനപ്പെണ്ണെ. അന്നും ഇന്നും നമ്മൾ അന്തസ്സായിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. ആ അന്തസ്സോടുകൂടി മുന്നോട്ട് പോവുക. ആക്ഷേപവും പരിഹാസവും ഒക്കെ ഉണ്ടാവിടെ, അന്ന് നോക്കണ്ട. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോഴും ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ട് ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ നല്ല ജീവിതം നയിച്ച് മുന്നോട്ട് പോവുക. ഇവിടെ കാണാമൂത്രമായിട്ട് പലതും വരും, അതിൻ്റെ വഴിക്ക് വിടുക.